ഒരു മാസത്തിന്റെ ഗ്യാപ്പ് പോലും ഇല്ലാതെ മോട്ടോ 15,000 to 20,000 സെഗ്മെന്റിലെ 2 ഫോണുകളാണ് ബാക്ക് ടു ബാക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ G96 നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് G86 പവറിന്റെ സകലമാന കാര്യങ്ങളും ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം. അതോടൊപ്പം മോട്ടോയുടെ ഫോണുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫേസ്റ്റ്ലി നമുക്കിതിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കാം. ഇവിടെ ബാക്ക് സൈഡിൽ വരുന്നത് വീഗൻ ലെതർ ആണ് ആൻഡ് ഇതിന്റെ ഫ്രെയിം പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഫോം ഫാക്ചർ നോക്കിക്കഴിഞ്ഞാൽ വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ അല്പം തിക്കായിട്ടുള്ള 8.65 മില്ലിമീറ്റേഴ്സിന്റെ തിക്നെസ് ഉള്ള ഫോണാണിത്. IP68 ആൻഡ് IP69 റേറ്റിംഗ് ഇതിനുണ്ട് ആൻഡ് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റിയുടെ സർട്ടിഫിക്കേഷനും ഉണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക 6.67 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള ഫ്ലാറ്റ് POLED ഡിസ്പ്ലേ ആണ്. ഇക്കൊല്ലം മോട്ടോയുടെ രണ്ടാമത്തെ ഫ്ലാറ്റ് ഡിസ്പ്ലേയോട് കൂടിയുള്ള ഫോണാണിത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട് ആൻഡ് വളരെ നേരിയ ബെസൽസ് ആണ്. അതോടൊപ്പം ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 1400 നെറ്റ്സ് വരെ പോകും. സോ നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റി ഇതിനുണ്ട്. യൂട്യൂബിൽ 4K HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. G96 ഈ ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് ആൻഡ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ Hello UI ബേസ്ഡ് ഓൺ Android 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നത് ആൻഡ് ഇതിൽ കുറച്ച് ജിറ്റേഴ്സും ലാഗും നോട്ടീസബിൾ ആണ്. അതുകൊണ്ട് ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്ര സ്മൂത്ത് അല്ല. ഒപ്പം ക്യാമറ ആപ്ലിക്കേഷനിലും കുറച്ച് ഡിലേ ഉണ്ട്. മോട്ടോയുടെ പല ഫോണുകളിലും ഉള്ള ഒരു സ്ഥിരം പ്രശ്നമാണിത്. അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ 1+3 ഇയേഴ്സ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവരുടെ അപ്ഡേറ്റ്സ് പൊതുവെ വൈകിട്ടാണ് വരാറ് ആൻഡ് പുതിയ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വന്നാലും അതിൻ്റെ ഫീച്ചേഴ്സ് മോട്ടോറോള റോൾ ഔട്ട് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ മോട്ടോയുടെ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള എഡ്ജ് 50 സീരീസ് നോക്കിക്കഴിഞ്ഞാൽ Android 15 അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലുണ്ടാവേണ്ട കസ്റ്റമൈസേഷൻസും പല AI ഫീച്ചേഴ്സും മിസ്സിംഗ് ആണ്. ഇൻഫാക്ട് എക്സിസ്റ്റിംഗ് ബഗ്സ് ആൻഡ് പ്രോബ്ലംസ് പോലും ഇവർ അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്യാറില്ല. ഭാവിയിൽ ഇതിനൊരു മാറ്റം വന്നേക്കാം. ബട്ട് ആസ് ഓഫ് നൗ 3 സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആനിമേഷൻസ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള സർക്കിൾ ടു സെർച്ച് AI ഇറേസർ പോലത്തെ AI ഫീച്ചേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ആസ് യൂഷ്വൽ ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണ് ഗാലറി ആയിട്ട് ഉപയോഗിക്കേണ്ടത് ആൻഡ് ഡയലറും ഗൂഗിളിൻ്റെയാണ്. സോ കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അനൗൺസ്മെന്റ് ഉണ്ടാകും. പെർഫോമൻസ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയാടെക് ഡയമൻസിറ്റി 7400 എന്ന ചിപ്സെറ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇത് അണ്ടർ 15,000 സെഗ്മെന്റിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഡയമൻസിറ്റി 7300 ചിപ്സെറ്റിന്റെ ഒരു റീബ്രാൻഡഡ് വേർഷൻ ആണ്. UFS 2.2 സ്റ്റോറേജ് ആണ്. LPDDR4X RAM ആണ്. BGMI 60 FPS ഗെയിമിംഗ് അൺലോക്ഡ് ആണ്. സ്റ്റേബിൾ ആയിട്ട് കളിക്കാനും പറ്റുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടിന്യൂസ് ഹെവി യൂസിൽ പെർഫോമൻസ് ഡ്രോപ്പ് ആകുന്നുണ്ട്. സോ ഗെയിമേഴ്സിന് ഇത് അത്ര സൂട്ടബിൾ അല്ല. നോർമൽ ടു മോഡറേറ്റ് യൂസേഴ്സിനെ ഇത് ബാധിക്കുന്നുമില്ല. ഫോണിന്റെ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കാണാൻ സാധിക്കുക. മറ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് ലൈറ്റ് സെൻസർ ആണ് ആൻഡ് രണ്ടാമത്തേത് ഫ്ലാഷ് ആണ്. ഇതിന്റെ മെയിൻ സെൻസർ അതായത് സോണിയുടെ LYT600 നമ്മൾ iQOO Z10 iQOO Z10R ഒക്കെ കണ്ടുവന്ന IMX882 എന്ന സെൻസർ തന്നെയാണ്. പേരിൽ മാത്രമാണ് വ്യത്യാസം. ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ മോട്ടോയുടെ ടിപ്പിക്കൽ സാച്ചുറേറ്റഡ് അഥവാ അട്രാക്റ്റീവ് കളേഴ്സ് ആണ് വരുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസും ഫോർ ദ പ്രൈസ് നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ 2x പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റില്ല. യൂഷ്വലി പോർട്രേറ്റ്സ് എടുക്കുമ്പോഴാണ് മോട്ടോയുടെ ക്യാമറയിൽ ഏറ്റവും കൂടുതൽ ലാഗ് അനുഭവപ്പെടുന്നത്. സോ അത് ഒഴിവാക്കാനായിരിക്കണം ഇവർ 2xന്റെ ഓപ്ഷൻ എടുത്തു കളഞ്ഞത്. അൾട്രാവൈഡ് ക്യാമറ 8 മെഗാ പിക്സലിന്റെ ആണ് ആൻഡ് ഡേ ലൈറ്റിൽ ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. മെയിൻ ക്യാമറ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കളേഴ്സിൽ വ്യത്യാസമുണ്ട്. ഈ പ്രൈസിലല്ല 25,000 റേഞ്ചിലുള്ള അൾട്രാവൈഡ് ക്യാമറാസ് പോലും കളർ ഷിഫ്റ്റ് ഇതേപോലെ കാണിക്കാറുണ്ട്. സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിന്റെ ആണ് ആൻഡ് ആവശ്യത്തിന് ഡീറ്റെയിൽസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓപ്പോസിറ്റ് ടു ലൈറ്റ് കണ്ടീഷൻസിനും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4K 30 FPS വീഡിയോസ് അൾട്രാവൈഡ് അടക്കം എല്ലാ ക്യാമറാസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറയുടെ ഔട്ട്പുട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റെബിലിറ്റി നോട്ടീസബിൾ ആണ്. ഫോണിന്റെ കണക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 11 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4G+, 5G++, VoNR ഇതെല്ലാം ഉണ്ട്. Wi-Fi 6 ഉണ്ട്. ബ്ലൂടൂത്ത് 5.4 ഉണ്ട്. അതോടൊപ്പം ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് ഇതിൽ വരുന്നത്. ബിക്കോസ് ഒരൊറ്റ വേരിയന്റ് മാത്രമേ മോട്ടോറോള ഇതിൽ റിലീസ് ചെയ്യുന്നുള്ളൂ, വിച്ച് ഇസ് ദ 8128. ഹെഡ്ഫോൺ ജാക്ക്, NFC, IR ബ്ലാസ്റ്റർ ഇതൊന്നുമില്ല. മറ്റുള്ള സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6720 രൂപ. ചില്ലറ കണക്ക് പറയുന്ന പോലെയാണ്. 6720 mAh ബാറ്ററിയാണ് ഇവർ തന്നിട്ടുള്ളത് ആൻഡ് 33 വാട്ടിന്റെ സ്ലോ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റിനുള്ളിൽ ഈ ബാറ്ററി ഫുൾ ചാർജ് ആകും. അപ്രോക്സിമേറ്റ്ലി 10 മണിക്കൂറിന്റെ സ്ക്രീൻ ഓൺ ടൈം ഇതിൽ കിട്ടുന്നുണ്ട്. ഇവർ ബാറ്ററി നന്നായി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ആൻഡ് ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ആസ് യൂഷ്വൽ മോട്ടോ ഈ ഡിവൈസിനും കൊടുത്തിട്ടുണ്ട്. ഡുവൽ മൈക്കും ഉണ്ട്.
ഫൈനലി എനിക്ക് പറയാനുള്ളത് 18,000 രൂപയുടെ പ്രൈസ് ഈ ഫോൺ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല കോമ്പറ്റീഷനെയും ഇത് തകർക്കുന്നുണ്ട്. ഇൻഫാക്ട് ക്യാമറ സെക്ഷൻ ഒഴികെ ബാക്കി എല്ലാത്തിലും ഈ ഫോൺ കുറച്ച് നാൾ മുമ്പ് ഇതേ വിലക്കിറങ്ങിയ മോട്ടോയുടെ G96 മികച്ചതാണ്. എന്തു തന്നെയായാലും നമ്മൾ ഡിസ്കസ് ചെയ്ത കുറവുകളും മോട്ടോയുടെ പുവർ ആഫ്റ്റർ സെയിൽ സർവീസുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നവർ മാത്രം ഈ ഫോൺ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുക.